എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഓഡിയോയിൽ ശ്രീമതി മാധവിക്കുട്ടിയുടെ ഒരു ചെറുകഥ കേൾക്കാം. കഥ നഷ്ടപ്പെട്ട നീലാംബരി. നമുക്ക് കഥ കേൾക്കാം. 33 വർഷങ്ങൾക്ക് ശേഷം നഷ്ടപ്പെട്ടതെന്തോ തേടിക്കൊണ്ട് മധുരയിൽ വന്നെത്തിയതായിരുന്നു ശസ്ത്രക്രിയാ വിദഗ്ധയായ ഡോക്ടർ സുഭദ്രാദേവി. എന്താണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്ന് വല്ലവരും ചോദിച്ചിരുന്നുവെങ്കിൽ ആ ചോദ്യത്തിന് തൃപ്തികരമായ ഒരു മറുപടി പറയാൻ സുഭദ്രയ്ക്ക് കഴിയുമായിരുന്നില്ല. പണ്ടെങ്ങോ ഈ നഗരത്തിൽ വെച്ച് അനുഭവിച്ചു തീർത്ത വേദനയെ തേടിയാണോ ഈ മടക്കയാത്ര? ആ വേദനയുടെ മാധുര്യം അന്വേഷിച്ചു മാത്രമല്ലേ ഒഴികഴിവുകൾ പറഞ്ഞ് രോഗികളെയും ആശുപത്രി അധികൃതരെയും സമാശ്വസിപ്പിച്ച് താൻ ഡ്രൈവറെയും കൂടി ഒഴിവാക്കി കാറിൽ ഈ ദീർഘയാത്രയ്ക്ക് മുതിർന്നത്? ഈ യാത്ര തൻ്റെ അവിവേകമാണ് വെളിപ്പെടുത്തുന്നത്, സുഭദ്ര തന്നോട് തന്നെ പറഞ്ഞു. മധുര വിട്ട് മദ്രാസിൽ പഠിച്ചിരുന്നപ്പോഴും പിന്നീട് ഭർത്താവൊന്നിച്ച് കോഴിക്കോട്ട് ജീവിച്ചപ്പോഴും മധുരയെന്ന നഗരം ഒളിമങ്ങിയ ഒരു കിനാവെന്ന പോലെ സുഭദ്രയിൽ തങ്ങി നിന്നു. മുല്ലയും പിച്ചകവും ജമന്തിയും കാട്ടുതുളസിയും മണക്കുന്ന തെരുവുകളും കോടി മണക്കുന്ന ജൗളിക്കടകളും മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ തണുത്ത മിനുത്ത അകത്തളങ്ങളും തിലഹോമത്തിൻ്റെ തിരികളും സന്ധ്യയ്ക്ക് തൻ്റെ ഗുരുനാഥൻ ആലപിച്ച നീലാംബരിയും സുഭദ്രയുടെ അകത്ത് ചിരഞ്ജീവികളായി വാണു. ആ സ്മരണകളെ കുളത്തിൽ നിന്ന് ചണ്ടികളെ എന്നോണം പറിച്ചു നീക്കുവാൻ അവളുടെ ഭർത്താവ് പലപ്പോഴും ശ്രമിച്ചു. ആ സ്മരണകൾ അവളിൽ അവശേഷിക്കുമ്പോൾ അവൾ തൻ്റെ സ്വന്തമാവുകയില്ലെന്ന് അയാൾ ഭയന്നു. മധുരയെപ്പറ്റി സംസാരിക്കുമ്പോൾ സുഭദ്രയെ നീ മറ്റൊരാളായി മാറുന്നു, അയാൾ പറഞ്ഞു. തന്നെ സംഗീതം അഭ്യസിപ്പിച്ച ബ്രാഹ്മണ യുവാവിനെപ്പറ്റി സുഭദ്ര അപൂർവമായി മാത്രം സംസാരിച്ചു. എന്നിട്ടും ആ ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ കറുത്ത നിഴൽ അവളുടെയും ഭർത്താവിൻ്റെയും നടുവിൽ വീണുകിടന്നു. സത്യം പറയൂ, നീ മറ്റു വല്ലവരുടെയും കാമുകിയായിരുന്നോ? ഭർത്താവ് ചോദിച്ചു. വിവാഹിതയാവുന്നതുവരെ ഞാൻ കന്യകയായിരുന്നു, അവൾ പറഞ്ഞു. അഭിമാനത്തോടെയല്ല അവൾ ആ യാഥാർത്ഥ്യം വെളിപ്പെടുത്തിയത്. കന്യകാത്വം നഷ്ടപ്പെടാഞ്ഞത് ഒരു ദൗർഭാഗ്യകരമായി താൻ കരുതുന്നു എന്ന ധ്വനി അവളുടെ സ്വരത്തിലുണ്ടായിരുന്നു. ഭർത്താവ് ദുഃഖിതനായി. ഡോക്ടർ സുഭദ്രാദേവിയും അവരുടെ ഭർത്താവായ ചന്ദ്രശേഖര മേനോനും ആദർശ ദമ്പതികളാണെന്ന് മിത്രങ്ങളും പരിചിതരും പരസ്യമായി പ്രഖ്യാപിച്ചപ്പോൾ സുഭദ്ര ആ പ്രഖ്യാപനത്തെ എതിർത്തില്ല. ആ പ്രഖ്യാപനത്തിൽ സന്തുഷ്ടി കണ്ടെത്തിയതുമില്ല. ഹൃദയത്തിൻ്റെ ഒരജ്ഞാത കോണിൽ അനുഭവപ്പെട്ട മരവിപ്പോടെ അവൾ ഭർത്താവുമായി വിമുഖത വെളിപ്പെടുത്താതെ തന്നെ ഒരു സവർണ ഹിന്ദു സ്ത്രീയുടെ ഗാർഹിക കടമകൾ രാവും പകലും നിറവേറ്റി. എന്നിട്ടും ഭർത്താവ് പരാതിപ്പെട്ടു. നീ 100% ആത്മാർത്ഥത പുലർത്തുന്നത് നിന്റെ രോഗികളോട് മാത്രമാണ്. ചികിത്സകനും ചികിത്സിക്കപ്പെട്ടവനും തമ്മിലുള്ള ബന്ധം മാത്രമേ നിനക്ക് മനസ്സിലാവുകയുള്ളൂ. എനിക്ക് നിന്റെ രോഗികളോട് കലശലായ അസൂയ തോന്നുന്നു. ആ വാക്കുകൾ അവളെ ഭയചകിതയാക്കി. ഭാര്യയെന്ന നിലയിൽ താൻ പരാജയപ്പെട്ടുവോ? സ്ത്രീ എന്ന നിലയിൽ താൻ അപൂർണയാണോ? തൻ്റെ സിരകൾക്ക് ചൂടുപകരുവാൻ ഭർത്താവിന് കഴിഞ്ഞിട്ടില്ല, സുഭദ്ര ചിന്തിച്ചു. ശാസ്ത്രികൾ കുളിക്കാറുള്ള ക്ഷേത്രക്കുളത്തിൽ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠത്തിയുടെ മകളും തൻ്റെ സതീർത്ഥ്യയുമായ ജ്ഞാനാമ്പാളുടെ കൂടെ നീന്തുവാൻ ഇറങ്ങിയതും വെള്ളം കുടിച്ച് മുങ്ങിത്താഴ്ന്നതും അവൾ വീണ്ടും ഓർത്തു. ജ്ഞാനത്തിൻ്റെ നിലവിളി കേട്ട് അദ്ദേഹം നീന്തി വന്ന് തന്നെ പൊക്കിയെടുത്ത് രക്ഷപ്പെടുത്തിയതും അവൾ ഓർമ്മിച്ചു. തന്നെ മാറോടണച്ച് അദ്ദേഹം നീന്തിയപ്പോൾ തൻ്റെ ശരീരം നീർച്ചുഴികളുള്ള സമുദ്രം പോലായി. ഊഞ്ഞാലിൽ ഇരുന്നു കൊണ്ട് പെട്ടെന്ന് താഴ്ന്നതുപോലെ ഒരു തോന്നൽ അനുഭവപ്പെട്ടു. പൂണൂലൊട്ടിക്കിടക്കുന്ന ആ മാർവിടത്തിൻ്റെ സ്പർശം വീണ്ടും ഏൽക്കുവാൻ താൻ എത്ര തവണ ആഗ്രഹിച്ചു. വിയർപ്പിൽ നനഞ്ഞ സിന്ദൂരപ്പൊട്ടും ആ കഴുത്തിലണിഞ്ഞ ഒറ്റ രുദ്രാക്ഷവും അവളുടെ കിനാവുകളിൽ പ്രവേശിച്ചു. വിവാഹിതയായിട്ടും ആ സിന്ദൂരപ്പൊട്ട് സ്മരണയിൽ നിന്നോ സ്വപ്നങ്ങളിൽ നിന്നോ മാഞ്ഞുപോയില്ല. മധുരയിലെ നേത്രരോഗ വിദഗ്ധനായിരുന്നു സുഭദ്രയുടെ അച്ഛൻ. തൻ്റെ കൂട്ടുകാരികൾ ഒരു രാമാനുജം ശാസ്ത്രികളുടെ മഠത്തിൽ പോയി സംഗീതം പഠിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സുഭദ്രയ്ക്കും ആ ക്ലാസ്സിൽ ചേരുവാൻ അദ്ദേഹം അനുവാദം നൽകി. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹിത ജ്ഞാനത്തിൻ്റെ അമ്മാമനാണ് ശാസ്ത്രികൾ എന്ന് സുഭദ്ര പറഞ്ഞപ്പോൾ അച്ഛന് അവളെ വൈകുന്നേരം മഠത്തിലേക്ക് അയക്കുവാൻ യാതൊരു വൈമനസ്യവും തോന്നിയില്ല. ജ്ഞാനത്തിൻ്റെ ഒന്നിച്ചു പോവുക, ജ്ഞാനത്തിൻ്റെ ഒന്നിച്ചു വീട്ടിലേക്ക് മടങ്ങുക, അത്രമാത്രം. ജ്ഞാനം കോലാടിൻ്റെ മുഖഛായയുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. അവസരം കിട്ടുമ്പോഴെല്ലാം അവൾ സുഭദ്രയെ തടിച്ചി എന്ന് വിളിക്കുകയും പരിഹസിക്കുകയും ചെയ്തു. സുഭദ്ര
ധരിച്ച വസ്ത്രങ്ങളുടെ കടുത്ത നിറങ്ങൾ അവളുടെ ഇരുണ്ട ശരീരത്തിന് ചേരുകയില്ല എന്നും ജ്ഞാനം സദാസമയം ആവർത്തിച്ചു പറഞ്ഞു. സുഭദ്രയുടെ കനത്ത മുടി അസുരമുടിയാണെന്നും ജ്ഞാനം അഭിപ്രായപ്പെട്ടു. ജ്ഞാനത്തിൻ്റെ അഭിപ്രായങ്ങൾ സുഭദ്രയിൽ ഒരു അപകർഷതാബോധം വളർത്തി. താൻ ഉന്നതകുല ജാതയാണെന്ന വസ്തുത ജ്ഞാനം നിരന്തരം സ്നേഹിതയെ ഓർമ്മിപ്പിച്ചു. നീ മീനും ഇറച്ചിയും തിന്നുന്നവളല്ലേ, നിനക്ക് സംഗീതത്തിൽ നൈപുണ്യം നേടുവാൻ ഒരിക്കലും കഴിയുകയില്ല. ഇറച്ചി തിന്നുന്ന വായ കീർത്തനങ്ങൾക്ക് വഴങ്ങുകയില്ല, ജ്ഞാനം പറഞ്ഞു. ആ പ്രസ്താവനയ്ക്ക് ശേഷം സുഭദ്ര സസ്യബുക്കായി മാറി. മകളുടെ ഭക്ഷണ രീതിയിൽ പെട്ടെന്ന് വന്ന പരിവർത്തനം അച്ഛനമ്മമാരെ ആശ്ചര്യപ്പെടുത്തി. വറുത്ത മത്സ്യമില്ലാതെ ഭക്ഷണം കഴിക്കുവാൻ വിസമ്മതിച്ചിരുന്ന സുഭദ്രയോ തൈർച്ചോറും അച്ചാറും രുചിയോടെ ഭക്ഷിക്കുന്നത്? ജ്ഞാനത്തിൻ്റെ സമ്പർക്കം മൂലമാവാം സുഭദ്ര ഫ്രോക്കുകൾ ധരിക്കാതായി. പാവാടയും ധാവണിയും മാത്രം ഉപയോഗിച്ചു തുടങ്ങി. മുടി വളർത്തി തുടങ്ങി. മുടിയിൽ വൈകുന്നേരം മുല്ലപ്പൂമാല ധരിക്കുവാനും അവൾ ആരംഭിച്ചു. അവളുടെ നാവിൽ രാഗങ്ങൾ എല്ലായ്പ്പോഴും ഉതിർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാമാനുജം ശാസ്ത്രികൾ തൻ്റെ വൃദ്ധ മാതാവിനെയും കൊണ്ട് നേത്ര ചികിത്സാലയത്തിൽ വന്നെത്തി. അമ്മയ്ക്ക് തിമിരമായിരുന്നു. അമ്മയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കുവാനാണ് സുഭദ്രയുടെ അച്ഛൻ്റെ സമീപം വന്നത്. ഞാൻ സുഭദ്രയെ പാട്ടുപഠിപ്പിക്കുന്ന ശാസ്ത്രികളാണ്, അയാൾ സ്വയം പരിചയപ്പെടുത്തി. ഭാഗവതർ വൃദ്ധനായിരിക്കുമെന്നാണ് സുഭദ്രയുടെ അച്ഛൻ വിശ്വസിച്ചിരുന്നത്. പുരാണേതിഹാസങ്ങളിൽ നിന്ന് എഴുന്നേറ്റു വന്ന ഒരു പുരുഷ കേസരിയാണ് ആ യുവാവ് എന്ന് സുഭദ്രയുടെ അച്ഛന് തോന്നി. ഈ കോമള ബ്രാഹ്മണൻ്റെ മഠത്തിലേക്കാണോ തൻ്റെ ഏകപുത്രി എല്ലാ വൈകുന്നേരവും യാത്ര ചെയ്തത്? അവളിൽ വന്നുകൂടിയ പരിവർത്തനങ്ങൾ അദ്ദേഹത്തിന് ആ നിമിഷത്തിൽ ഓർമ്മ വന്നു. വാശി പിടിച്ച് മൂക്ക് കുത്തിച്ചത്, വൈകുന്നേരം പൂമാലകൾ ചൂടിയത്, പുതിയ വസ്ത്രധാരണ രീതി, സസ്യഭോജനത്തിലുള്ള താൽപ്പര്യം, ഇവ ഓരോന്നും മകൾ ഗുരുനാഥനെ സ്നേഹിച്ചുവെന്നതിൻ്റെ തെളിവായി അച്ഛന് തോന്നി. എങ്ങനെ ആകർഷിക്കപ്പെടാതിരിക്കും? 16 വയസ്സു മാത്രം പ്രായമുള്ള ആ നിഷ്കളങ്ക ബാലിക ഗുരുനാഥൻ്റെ ആജ്ഞാനുവർത്തിയായി മാറിയിരിക്കാം. അയാൾ അവളെ വശീകരിച്ചിരിക്കാം. അച്ഛൻ പറഞ്ഞു, നാളെ മുതൽ സുഭദ്ര പാട്ടിന് വരില്ല. സന്ധ്യയ്ക്ക് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവളെ പട്ടി കടിക്കുമെന്ന് വിചാരിച്ച് എനിക്ക് ഉറക്കം നഷ്ടപ്പെടുന്നു. താൻ സുഭദ്രയുടെ വീട്ടിലേക്ക് ഞായറാഴ്ച വന്ന് അവളെ സംഗീതം അഭ്യസിപ്പിക്കാമെന്ന് ശാസ്ത്രികൾ വിനയത്തോടെ അറിയിച്ചു. വേണ്ട, സുഭദ്രയെ മദ്രാസിൽ കൊണ്ടുപോയി കോളേജിൽ ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, സുഭദ്രയുടെ അച്ഛൻ പറഞ്ഞു. അങ്ങനെ സുഭദ്ര മദ്രാസിലെത്തി. പ്രേമവിഹുലമായ മനസ്സും കൊണ്ട് വിരഹിണിയായി അവൾ അവിടെ ജീവിച്ചു. മെഡിസിന് ചേർന്ന് സ്വപ്രയത്നത്താൽ ഡോക്ടറായി വീട്ടിൽ മടങ്ങിയെത്തി. അവളുടെ വിവാഹം ആ വർഷത്തിൽ തന്നെ നടത്തുവാൻ തീരുമാനിച്ചു. അച്ഛൻ തിരഞ്ഞെടുത്ത വരൻ ധനികൻ, ഉന്നത വിദ്യാഭ്യാസമുള്ളവൻ. അവൾ പ്രതിഷേധിച്ചില്ല. ശാസ്ത്രികൾ അപ്പോഴേക്കും തൻ്റെ അനന്തരവളായ ജ്ഞാനാമ്പാളെ വിവാഹം ചെയ്തു കഴിഞ്ഞിരുന്നു. ജ്ഞാനം ജനിച്ച നാൾ തൊട്ട് ആ കുടുംബാംഗങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞതായിരുന്നു അത്തരമൊരു ബന്ധം വേണമെന്ന്. വിവാഹിതയായ ജ്ഞാനം പുതിയ പട്ടുചേല ഉടുത്ത് കപോലങ്ങളിൽ പച്ചമഞ്ഞൾ തേച്ച് സുഭദ്രയെ കാണുവാനെത്തി. അവൾ സന്തുഷ്ടയായി കാണപ്പെട്ടു. ശാസ്ത്രികൾക്ക് തന്നോടുള്ള വാത്സല്യത്തെപ്പറ്റി ജ്ഞാനം പറയുവാൻ ആരംഭിച്ചപ്പോൾ സുഭദ്ര അവളുടെ വായ പൊത്തി. എനിക്ക് ഇത്തരം രഹസ്യങ്ങൾ അറിയുവാൻ താല്പര്യമില്ല, അവൾ ജ്ഞാനത്തോട് പറഞ്ഞു. നിനക്കെന്നോട് അസൂയ തോന്നുന്നു അല്ലേ? നിനക്ക് അദ്ദേഹത്തിനെ സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. എന്ത് മഹാപാപമാണ് ഇത്തരം അസംബന്ധങ്ങൾ പറയൽ. എനിക്ക് ശാസ്ത്രികളോട് ഒരു ശിഷ്യയ്ക്ക് തോന്നുന്ന ഭക്തിയും ബഹുമാനവും മാത്രമേ തോന്നിയിട്ടുള്ളൂ, സുഭദ്ര പറഞ്ഞു. ജ്ഞാനം പൊട്ടിച്ചിരിച്ചു. നിന്റെ ഭക്തിയും ബഹുമാനവും എനിക്കറിയാം. അദ്ദേഹം നിന്നെ വെള്ളത്തിൽ നിന്ന് രക്ഷിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം മുറുക്കെ പിടിക്കുന്നത് ഞാൻ കണ്ടുവല്ലോ. മുങ്ങി മരിക്കാറായ ഒരാളുടെ കൈകൾ രക്ഷിച്ചവനെ മുറുകെ പിടിക്കുവാൻ ഒരിക്കലും ശ്രമിക്കുകയില്ല, ജ്ഞാനം പറഞ്ഞു. നീ അപരാധം പറഞ്ഞു വരുത്തരുത്. എൻ്റെ വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞു, സുഭദ്ര പിറുപിറുത്തു. തൻ്റെ കിടപ്പറ രഹസ്യങ്ങൾ ഓരോന്നോരോന്നായി സതീർത്ഥയ്ക്ക് കൈമാറാമെന്ന് ജ്ഞാനം പറഞ്ഞപ്പോൾ നീരസത്തോടെ സുഭദ്ര എഴുന്നേറ്റ് മുറിവിട്ടുപോയി. ശാസ്ത്രികളെ കാണുവാനോ അദ്ദേഹത്തെ വിവാഹത്തിന് ക്ഷണിക്കുവാനോ സുഭദ്ര തുനിഞ്ഞില്ല. സുഭദ്രയുടെ ഭർത്താവ് അവളുടെ സ്നേഹരഹിതമായ പെരുമാറ്റത്തെ വിമർശിച്ചു. ക്ലിനിക്കിൽ വരുന്ന രോഗികളോ രോഗികളുടെ രക്ഷകരോ രോഗത്തെപ്പറ്റിയല്ലാതെ രണ്ടക്ഷരം ഉരിയാടുമ്പോഴേക്കും അദ്ദേഹം അസ്വസ്ഥനായി ഇടനാഴിയിൽ ഉലാത്തി തുടങ്ങും. ആ കാലൊച്ച കേട്ട് രോഗികളും നിശബ്ദരായി. ചന്ദ്രശേഖര മേനോൻ തൻ്റെ ഭാര്യയുടെ രോഗികളോട് ഒരിക്കലും സംസാരിച്ചില്ല. അവരിൽ
സുപരിചിതരോടും ചിരിച്ചില്ല. തന്നിൽ നിന്നും തൻ്റെ ഭാര്യയെ അകറ്റുന്ന ശത്രുക്കൾ ആയിട്ടാണ് അദ്ദേഹം അവരെ കണ്ടത്. സുഭദ്രയും താനും തനിച്ച് ടി വി കാണുക, അന്യോന്യം പുസ്തകങ്ങൾ വായിച്ച് കേൾപ്പിക്കുക, നടക്കുവാൻ പോകുക, കാറിൽ സായാഹ്ന സവാരി ചെയ്യുക, ഇവയെല്ലാമായിരുന്നു ആ ഭർത്താവിൻ്റെ മോഹങ്ങൾ. പക്ഷേ ക്ലിനിക്കിന് മുന്നിൽ ക്യൂവിൽ നിന്ന് ജനവൃന്ദവും ഫോണും സദാസമയവും ശബ്ദിച്ചു. ആശുപത്രികളിൽ നിന്ന് അടിയന്തര സന്ദേശങ്ങൾ വന്നെത്തി. ഉടനടി ശസ്ത്രക്രിയ ആവശ്യപ്പെടുന്ന അത്യാഹിതങ്ങളെപ്പറ്റി ആശുപത്രിക്കാർ സുഭദ്രയെ ഓർമ്മിപ്പിച്ചു. ചില ദിവസങ്ങളിൽ സുഭദ്ര ഉറങ്ങിക്കിടക്കുമ്പോൾ മേനോൻ ഫോണിൽ പറയും, ഡോക്ടർ സുഭദ്ര ഇവിടെയില്ല, അമ്മയെ കാണുവാൻ ഗുരുവായൂർക്ക് പോയിരിക്കുകയാണ്. അത്തരം നുണകൾ സുഭദ്രയെ ചൊടിപ്പിച്ചു. എൻ്റെ രോഗി മരിച്ചാൽ നിങ്ങൾക്ക് ഛേദമില്ല? ഓ, അവൾ ചോദിച്ചു. മരിക്കുവാൻ യോഗമുണ്ടെങ്കിൽ രോഗി മരിക്കും. നിനക്കും അയാളെ രക്ഷിക്കുവാൻ കഴിയില്ല. ദൈവത്തിനും വലുതാണോ ഡോക്ടർ? ചില രാത്രികളിൽ ഫോൺ ശബ്ദിക്കാത്ത അപൂർവ വേളകളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ സുന്ദരിയുടെ ത്വക്കിൻ്റെയും തലമുടിയുടെയും പരിമളം മേനോൻ ആർത്തിയോടെ നുകർന്നു. മുടിയിൽ നര വീണിട്ടും തൻ്റെ ഭാര്യയുടെ സൗകുമാര്യത്തിന് കോട്ടം തട്ടിയിട്ടില്ലെന്ന് അദ്ദേഹം ആശ്ചര്യത്തോടെ മനസ്സിലാക്കി. ലാളിക്കപ്പെടുന്നതിൽ പ്രതിഷേധിക്കാത്ത ആ ഭാര്യ ലാളിക്കുവാനോ പ്രേമം പ്രദർശിപ്പിക്കുവാനോ ഒരിക്കലും സന്നദ്ധയായില്ല. എനിക്ക് നിന്റെ രോഗികളോട് അസൂയ തോന്നുന്നു, മേനോൻ പറഞ്ഞു. ഒരു ഡോക്ടർക്ക് തൻ്റെ രോഗിയുടെ മിത്രമായും വർത്തിച്ചുകൂടെ എന്ന് സുഭദ്ര ഭർത്താവിനോട് ചോദിച്ചു. ഒരിക്കലും അത് പാടില്ല. സുഹൃത്ത് ബന്ധം സെൻറ്റിമെൻറ്റാലിക്ക് വഴിയൊരുക്കും. ചികിത്സകനും അത് ചികിത്സിക്കപ്പെടുന്നവനും ഒരുപോലെ ആപത്കരമായി ഭവിക്കും. നിന്റെ മിത്രത്തിൻ്റെ വയറ് കീറുമ്പോൾ നിന്റെ വിരലുകൾക്ക് വിറയൽ അനുഭവപ്പെടില്ലേ? ചന്ദ്രശേഖര മേനോൻ അളന്ന് ചിട്ടപ്പെടുത്തിയ ഒരു ജീവിതശൈലിയാണ് ശീലിച്ചു വന്നത്. 3-4 മിത്രങ്ങൾ മാത്രമേ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ. അവരുടെ വീടുകളിൽ ചെന്ന് ആഹാരം കഴിക്കുവാൻ അദ്ദേഹം സന്നദ്ധത പ്രകടിപ്പിച്ചു. അവരെ മാത്രമേ സ്വന്തം വീട്ടിലേക്ക് ക്ഷണിക്കുകയുണ്ടായുള്ളൂ. പരിചിതരെ ക്ലബിലോ പൊതുസ്ഥലങ്ങളിലോ വെച്ച് കണ്ടാൽ വെറും ഒരു പുഞ്ചിരി, 3 വാക്കിലൊതുങ്ങുന്ന ഒരു കുശലാന്വേഷണവും. അത്രമാത്രം. അപരിചിതരുടെ മുമ്പിൽ ചന്ദ്രശേഖര മേനോൻ്റെ മുഖം പൂട്ടിയിട്ട കവാടമായി മാറി. വർഷത്തിൽ ഒരിക്കൽ സുഭദ്ര തൻ്റെ ഭർത്താവൊന്നിച്ച് ഗുരുവായൂരിലേക്ക് ക്ഷേത്ര ദർശനത്തിനായി പോവാറുണ്ടായിരുന്നു. ക്ഷേത്ര കവാടത്തിലേക്ക് നടക്കുമ്പോൾ കൈനീട്ടുന്ന യാചകർക്കായി 50 രൂപ നാണ്യങ്ങളാക്കി മാറ്റി മേനോൻ തൻ്റെ തുവാലയിൽ കെട്ടി കരുതി വെച്ചു. സുഭദ്രയുടെ മേൽ ആരും ആ തിരക്കിൽ വന്ന് വീഴാതിരിക്കുവാൻ തൻ്റെ രോമനിബിഡങ്ങളായ കരങ്ങൾ കൊണ്ട് അവൾക്ക് ചുറ്റും ഒരു രക്ഷാവലയം സൃഷ്ടിച്ചുകൊണ്ടാണ് മേനോൻ ക്ഷേത്രനടയിൽ മുന്നോട്ട് നീങ്ങിയത്. 50 രൂപയും യാചകർക്ക് കൊടുത്തു കഴിഞ്ഞാൽ 51-ാമനായ യാചകനോട് അദ്ദേഹം കയർക്കുക പതിവായിരുന്നു. പെട്ടെന്ന് ആ മുഖത്തെ ശാന്തത മാഞ്ഞ്, പോ പോ, ആളെ ഉപദ്രവിക്കാതെ കടന്നു പോ, മേനോൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ശ്രീകോവിലിൽ വിഗ്രഹദർശനത്തിനായി ശ്രമിക്കുമ്പോൾ ഏതെങ്കിലും പുരുഷൻ തൻ്റെ ഭാര്യയെ അറിയാതെ തന്നെ സ്പർശിച്ചു പോയാൽ മേനോൻ കയർക്കും. മുഖത്ത് കണ്ണില്ലേ? സ്ത്രീകളുടെ മേൽ കടന്നു വീഴണോ? അദ്ദേഹം ചോദിക്കും. 6 അടിയിലധികം ഉയരമുള്ള ഒരു ബലിഷ്ഠകായനായത് കൊണ്ടായിരിക്കാം ആരും അദ്ദേഹവുമായി തർക്കിക്കുവാൻ ഒരുമ്പെട്ടില്ല. പക്ഷേ ലജ്ജ കൊണ്ടും അപമാനഭാരം കൊണ്ടും സുഭദ്രയുടെ മുഖം വിവർണമാകാറുണ്ടായിരുന്നു. തങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവാത്തതിൽ ഖേദം പ്രകടിപ്പിച്ചിരുന്ന മേനോൻ ഒടുവിൽ അവളുടെ വന്ധ്യത്വം ഒരനുഗ്രഹമായി കണക്കാക്കി. കുട്ടികളെ ശ്രദ്ധിക്കുവാൻ നിനക്കൊരിക്കലും സമയം കിട്ടുമായിരുന്നില്ല. നിനക്ക് എല്ലായ്പ്പോഴും രോഗികളെ പറ്റിയുള്ള ചിന്തയായിരിക്കും, അദ്ദേഹം പറഞ്ഞു. രോഗികളെ ശപിച്ചുകൊണ്ടിരുന്ന ആ മനുഷ്യൻ ഒടുവിൽ ഒരു രോഗിയായി മാറിയപ്പോൾ സുഭദ്രയുടെ കുറ്റബോധം അവളെ അസ്വസ്ഥയാക്കി. അദ്ദേഹം അർഹിക്കുന്ന നീതി പുലർത്തുവാൻ തനിക്ക് കഴിഞ്ഞില്ല എന്ന് അവൾക്ക് തോന്നി. അദ്ദേഹത്തെക്കാൾ 10 ഇരട്ടി ധനം സമ്പാദിച്ചു തുടങ്ങിയതുകൊണ്ടാവാം തന്നിൽ അഹംഭാവം വളർന്നു വന്നത്. ആദ്യകാലത്ത് താൻ അദ്ദേഹത്തെ ബഹുമാനിച്ചിരുന്നു, ഭയപ്പെട്ടിരുന്നു. പുരാതനവും ശ്രേഷ്ഠവുമായ ഒരു തറവാട്ടിൽ നിന്ന് ഒരാൾ തനിക്ക് ഭർത്താവായി വരുമെന്ന് സുഭദ്ര പ്രതീക്ഷിച്ചിരുന്നില്ല. താൻ തമിഴ്നാട്ടിൽ വളർന്നവളായതുകൊണ്ടും തൻ്റെ നിറം തവിട്ടായതുകൊണ്ടും അമ്മയുടെ നാട്ടിലേക്ക് ഓണക്കാലത്ത് ചെന്നെത്തുമ്പോൾ ബന്ധുക്കൾ തന്നെ ചെട്ടിച്ചി എന്ന് വിളിച്ചത് സുഭദ്ര ഓർത്തു. ചന്ദ്രശേഖര മേനോന് സുന്ദരികളെ വിവാഹം ചെയ്യാമായിരുന്നു, ആഭിജാത്യമുള്ള പെൺകുട്ടികളെ. മലയാളം തമിഴ് ചൊവ്വയോടെ മാത്രം ഉച്ചരിക്കുന്ന തന്നെ എന്തുകൊണ്ട് അദ്ദേഹം ഭാര്യയായി തിരഞ്ഞെടുത്തു? ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, നീ ദ്രൗപദിയുടെ രൂപലക്ഷണങ്ങൾ ഉള്ളവളാണ്, പക്ഷേ എന്നെ ഏറ്റവും ആകർഷിച്ചത് നിന്റെ വിനയശീലമാണ്. ആ വിനയശീലം എവിടെ പോയി ഒളിച്ചു? രോഗികൾക്കും രക്ഷകർക്കും കാണപ്പെട്ട ദൈവമായി മാറിയപ്പോൾ അവനവനെപ്പറ്റി അകാരണമായ മതിപ്പ് അവളിൽ ജനിച്ചു.
താൻ ലോകത്തിൻ്റെ അച്ചുതണ്ടായി മാറിയെന്ന ഒരു ധാരണ അവൾക്കുണ്ടായി. വീട് പുതുക്കി പണിതു. കിടപ്പറയിൽ എയർ കണ്ടീഷണർ വന്നു ചേർന്നു. വേലക്കാരുടെ സംഖ്യ വർദ്ധിച്ചു. കരയില്ലാത്തതെങ്കിലും വില കൂടിയ പട്ടുസാരികൾ മാത്രം അവൾ ധരിച്ചു തുടങ്ങി. ഫർണിച്ചർ പുതുക്കി. തിരശ്ശീലകളും പരവതാനികളും പുതുക്കി. പുതുക്കാൻ കഴിയാത്ത ഏക വസ്തു അവളുടെ ഭർത്താവായിരുന്നു. അദ്ദേഹം ഉദ്യാനത്തിലും അകത്തളങ്ങളിലും പഴയ ബനിയനും മുണ്ടും മാത്രം ധരിച്ച് ഉലാത്തിക്കൊണ്ടിരുന്നു. മുൻവശത്തെ ഒരു പല്ല് വീണുപോയപ്പോൾ കൃത്രിമദന്തം വാങ്ങിവെക്കുവാൻ വിസമ്മതിച്ചുകൊണ്ട്. പല്ലുണ്ടെങ്കിലും പല്ലില്ലെങ്കിലും ചന്ദ്രശേഖര മേനോൻ തന്നെ, അദ്ദേഹം പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സുഭദ്രയ്ക്ക് ആ ചിരിയിൽ പങ്കുകൊള്ളുവാൻ മനസ്സു വന്നില്ല. തൻ്റെ ജീവിതത്തിന് ജീർണത സംഭവിക്കുന്നു എന്ന് ആ നിമിഷത്തിൽ അവൾക്ക് തോന്നി. സന്ധ്യാനേരത്ത് കുളിച്ചു വരാന്തയിൽ നിന്ന് മുടിയിഴകളിൽ വിരലോടിക്കുമ്പോൾ അവൾ ശാസ്ത്രികൾ നീലാംബരി ആലാപിക്കുന്നതിനെപ്പറ്റി ഓർത്തു. വിദൂരതയിൽ സൂര്യൻ പട്ടട പോലെ എരിഞ്ഞ് കെട്ടടങ്ങുമ്പോൾ അവൾ ആ ഗായകൻ്റെ കണ്ണുകളുടെ തീക്ഷ്ണതയെപ്പറ്റിയും ഓർത്തു. നമുക്ക് മധുര മീനാക്ഷി ക്ഷേത്രം ഒന്ന് സന്ദർശിക്കാം. ഞാൻ 2 ദിവസം അവധിയെടുക്കാം, സുഭദ്ര ഒരു ദിവസം ഭർത്താവിനോട് പറഞ്ഞു. ഗുരുവായൂർ ഉള്ളപ്പോൾ മലയാളികളായ നമുക്ക് മറ്റൊരു ക്ഷേത്രവും ആവശ്യമില്ല, മേനോൻ പറഞ്ഞു. രോഗഗ്രസ്തനാവുന്നതിന് മുമ്പാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. വാദം പിടിച്ച് ശരീരം തളർന്ന് അവശനായി കിടക്കുമ്പോൾ അദ്ദേഹം നിശബ്ദനായി കണ്ണീർ പൊഴിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ദുഃഖത്തിൻ്റെ കാരണങ്ങൾ സുഭദ്രയ്ക്ക് അജ്ഞാതങ്ങളായിരുന്നു. അവൾ സ്വന്തം കൈകൊണ്ട് പിഴിഞ്ഞെടുത്ത നാരങ്ങാനീര് അദ്ദേഹത്തിൻ്റെ വായിൽ ഒഴിച്ചു കൊടുത്തു. സ്വയം അദ്ദേഹത്തിൻ്റെ ശരീരം ചൂടുവെള്ളത്തിൽ മുക്കിപ്പിഴിഞ്ഞ തോർത്തുകൊണ്ട് വൃത്തിയാക്കി. ഡോക്ടർ സുഭദ്രയുടെ പരിചരണം നോക്കിക്കണ്ട വേലക്കാരും മിത്രങ്ങളും അവളുടെ പാതിവൃത്യത്തെ ശ്ലാഘിച്ച് സംസാരിച്ചു. താൻ 3 ദിവസത്തിന് കോഴിക്കോട് വിടുകയാണെന്ന് ഡോക്ടർ സുഭദ്ര ആശുപത്രിയിൽ അറിയിച്ചപ്പോൾ രോഗികളുടെ ബന്ധുക്കൾ പരിഭ്രാന്തരായി. എന്തിനാണ് പരിഭ്രമിക്കുന്നത്? ഞാൻ അല്ലാതെയും ഡോക്ടർമാർ ഇവിടെ ധാരാളമുണ്ടല്ലോ. എനിക്ക് വയസ്സായി തുടങ്ങി. ഞാൻ എന്നെന്നും ജീവിച്ചിരിക്കുകയുമില്ല, ഡോക്ടർ സുഭദ്ര പറഞ്ഞു. കോഴിക്കോട്ട് നഗരത്തിൽ ഏറ്റവും അധികം സൽപ്പേര് നേടിയെടുത്ത ആ ഡോക്ടർ യഥാർത്ഥത്തിൽ സുഭദ്രയായിരുന്നു. ധനേച്ഛ കൂടാതെ ആതുര സേവനം നടത്തിയിരുന്ന ആ സ്ത്രീയെ സമൂഹം ആരാധിച്ചു. അത്ര ദൂരം സ്വയം ഡ്രൈവ് ചെയ്ത് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ മിത്രങ്ങൾ അവളെ നിരുത്സാഹപ്പെടുത്തി. ഡ്രൈവറെ കൂടെ കൊണ്ടുപോകാൻ മനസ്സില്ലെങ്കിൽ ഡ്രൈവിംഗ് അറിയാവുന്ന ഒരു ബന്ധുവിനെ കൂടെ കൊണ്ടുപോകാമല്ലോ, അവർ ചോദിച്ചു. തനിക്ക് ഏകാന്തത അത്യാവശ്യമായി തീർന്നിരിക്കുന്നു എന്ന് സുഭദ്ര പറഞ്ഞു. ഏകാന്തതയും മൗനവുമാണ് താൻ കാക്ഷിക്കുന്നതെന്ന് അവൾ തുറന്നു പറഞ്ഞു. ഒരു വിധവയ്ക്ക് അനുയോജ്യമായ വസ്ത്രധാരണ രീതി അവൾ ആയിടെയായി സ്വീകരിച്ചിരുന്നു. പക്ഷേ മധുരയ്ക്ക് പോകുമ്പോൾ കടും നിറങ്ങളിലുള്ള പട്ടുപുടവകൾ അവൾ പെട്ടിയിൽ അടുക്കി വെച്ചു. വധുവിധുവിന് പുറപ്പെടുന്ന വധുവിൻ്റെ ഹൃദയമിടിപ്പോടെ അവൾ സാധനങ്ങൾ ഒരുക്കി. സുഗന്ധദ്രവ്യങ്ങൾ, മുത്തുമാലകൾ, ചുവന്ന കല്ലുവച്ച ആഭരണങ്ങൾ. മധുര 33 വർഷങ്ങൾക്ക് ശേഷം ഒരു അപരിചിത ഭാവം കൈക്കൊണ്ടതായി സുഭദ്രയ്ക്ക് തോന്നി. പഴയ വീടുകളിൽ മുക്കാലും അപ്രത്യക്ഷമായി കഴിഞ്ഞു. ഫ്ലാറ്റുകളിൽ തിക്കിയും തിരക്കിയും താമസിക്കുന്ന ജനങ്ങൾ. പൂക്കൾ വിറ്റിരുന്ന തെരുവിൽ സായിപ്പന്മാരുടെ പഴയ വസ്ത്രങ്ങളും മറ്റ് വിദേശ വസ്ത്രങ്ങളും വിൽക്കുവാൻ വെച്ച കടകളും അവൾ കണ്ടു. താനും അച്ഛനമ്മമാരും താമസിച്ചിരുന്ന കെട്ടിടം ഒരു ശിശു വിദ്യാലയമായി മാറിയിരുന്നു. അവിടെ നിന്ന് തെക്കോട്ട് സഞ്ചരിച്ച് ക്ഷേത്രത്തിൻ്റെ കുളവും അതിൻ്റെ പാർശ്വത്തിൽ പൂപ്പൽ പിടിച്ചും വികൃതമായും സ്ഥിതി ചെയ്തിരുന്ന മഠവും അവൾ കണ്ടു. അതിലേക്ക് സുഭദ്ര ചെന്ന് കയറി. ഉമ്മറപ്പടികൾ അവിടെവിടെയായി തകർന്നിരുന്നു. അടച്ച വാതിലിൽ പലതവണ മുട്ടിയിട്ടും ആരും അത് തുറന്നു കൊടുക്കുവാൻ മിനക്കെട്ടില്ല. ശാസ്ത്രികളും കുടുംബവും ഈ സ്ഥലം ഉപേക്ഷിച്ചിരിക്കാം, അവൾ വിചാരിച്ചു. ഇവിടെ ആൾതാമസമുള്ളതുപോലെ ആർക്കും തോന്നുകയില്ല. വളപ്പിൽ പുല്ലും മുൾച്ചെടികളും വളർന്നു നിന്നിരുന്നു. അവൾ മടങ്ങുവാൻ വേണ്ടി പടികൾ ഇറങ്ങിയപ്പോൾ ഗേറ്റ് തുറന്ന് ഒരു വൃദ്ധരൂപം അവളുടെ അടുത്തേക്ക് വന്നു. അത് ജ്ഞാനാമ്പാൾ ആയിരുന്നു. ഏകദേശം 50 വയസ്സായി കാണും ആ സ്ത്രീക്ക്. പക്ഷേ കാഴ്ചയിൽ 70 എന്ന് തോന്നിക്കുന്ന വൈകല്യങ്ങൾ സുഭദ്ര ജ്ഞാനത്തിൻ്റെ ആകൃതിയിൽ കണ്ടു. അവൾ അമ്പരന്നു. എന്തുപറ്റി ജ്ഞാനത്തിന്? മുടി കൊഴിഞ്ഞ് കഷണ്ടി കയറിയ തലയും ഞരമ്പുകൾ മുഴച്ചു നിൽക്കുന്ന കരങ്ങളും ഒട്ടിയ കവിളുകളും വക്കുകൾ പൊട്ടിയ പല്ലുകളും എല്ലാം ആ സ്ത്രീയെ ഒരു ബീഭത്സ രൂപമാക്കി മാറ്റിയിരുന്നു. നരച്ച ചേല ധരിച്ച ഒരു അസ്ഥികൂടം. ആര്? ജ്ഞാനം ചോദിച്ചു. എന്നെ മനസ്സിലായില്ലേ? ഞാൻ സുഭദ്രയാണ്, നിൻ്റെയൊപ്പം ശാസ്ത്രികളിൽ നിന്ന് പാട്ടു പഠിക്കാൻ വന്നിരുന്നവൾ, സുഭദ്ര പറഞ്ഞു. സുഭദ്രയോ? അവൾ ചോദിച്ചു.
അതെ. ശാസ്ത്രികൾ എവിടെ? മധുരയിൽ വന്നപ്പോൾ നിങ്ങൾ രണ്ടുപേരെയും കാണാമെന്ന് കരുതി. 33 വർഷങ്ങൾ കഴിഞ്ഞ് മധുര കാണുകയാണ്. മീനാക്ഷി ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തിയോ? ജ്ഞാനം ചോദിച്ചു. ഇല്ല, വരുന്ന വഴിയാണ്. നിന്നെയും ശാസ്ത്രികളെയും കണ്ട് പിന്നീട് ഹോട്ടലിൽ പോയി കുളിച്ച് ദർശനം നടത്താമെന്ന് ഞാൻ തീരുമാനിച്ചു. സുഭദ്ര പറഞ്ഞു. നിന്റെ വരവ് വൈകിപ്പോയി. ശാസ്ത്രികൾ മരിച്ചുപോയി. ടൈഫോയിഡ് ആയിരുന്നു. മരിച്ചിട്ട് ഏതാണ്ട് 1 വർഷം കഴിഞ്ഞിരിക്കുന്നു. ജ്ഞാനം പറഞ്ഞു. ഞാൻ വർത്തമാനക്കടലാസിൽ കണ്ടില്ലല്ലോ. സുഭദ്ര അത്ഭുതം പ്രകടിപ്പിച്ചു. വർത്തമാനക്കടലാസിൽ അച്ചടിക്കേണ്ട വർത്തമാനമൊന്നുമല്ലല്ലോ ശാസ്ത്രികളുടെ മരണം. അദ്ദേഹം വെറും ഒരു ഭാഗവതർ. പേരോ പണമോ സമ്പാദിക്കുവാൻ ഭാഗ്യമുണ്ടായില്ല. അരിഷ്ടിച്ചു ജീവിച്ചു, അരിഷ്ടിച്ചു മരിച്ചു. കുട്ടികളില്ലാത്തതിനെപ്പറ്റി ഞാൻ പരാതിപ്പെടുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എല്ലാ ശിഷ്യരും എനിക്ക് കുട്ടികൾ തന്നെ. ഏത് ആപത്ഘട്ടത്തിലും അവർ നമ്മെ സഹായിക്കുമെന്ന്. എന്നിട്ട് എന്തുണ്ടായി? പഴയ ശിഷ്യർക്കൊക്കെയും കത്തുകൾ എഴുതി തപാലിലിട്ടു. ആരും മറുപടി അയച്ചില്ല. ആരും പണം അയക്കാൻ മിനക്കെട്ടില്ല. ചികിത്സയ്ക്ക് കൂടി പണം തികഞ്ഞില്ല. ജ്ഞാനം ഇടറിയ സ്വരത്തിൽ പറഞ്ഞു. സുഭദ്ര ജ്ഞാനത്തിനെ ആശ്ലേഷിച്ചു. അവരുടെ ജാക്കറ്റിൻ്റെ വിയർപ്പ് മണം അവൾക്ക് അസഹ്യമായി തോന്നി. ദിവസങ്ങളോളം കുളിക്കാത്തവരുടെ ശരീരഗന്ധമായിരുന്നു ജ്ഞാനത്തിൻ്റെ ഗന്ധം. സുഭദ്രയുടെ ഉള്ളിൽ കൊടുങ്കാറ്റുകൾ ഉയരുകയായിരുന്നു. കഴിയുന്നതും വേഗം ഹോട്ടൽ മുറിയിലെത്തി ഉറക്കെ കരഞ്ഞ് ആ കരച്ചിലിൽ ആശ്വാസം തേടണമെന്ന് അവൾക്ക് തോന്നി. ഞാൻ എന്ത് സഹായമാണ് ചെയ്തു തരേണ്ടത്? അവൾ ജ്ഞാനത്തോട് ചോദിച്ചു. ഇനി എന്ത് സഹായമാണ് എനിക്ക് ആവശ്യം? ഒന്നും വേണ്ട. ഞാൻ അദ്ദേഹവുമായി ആദ്യം കലഹിച്ചത് സുഭദ്ര കാരണമായിരുന്നു. സുഭദ്രയ്ക്ക് മാത്രമേ ധ്യായാമി പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളൂ എന്ന് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു. അത് സ്വാഭാവികമായും എന്നെ ക്ഷുഭിതയാക്കി. എന്നെയും ആ മഹേശസ്തുതി പഠിപ്പിക്കണമെന്ന് ഞാൻ അപേക്ഷിച്ചു. നിനക്കത് പഠിക്കുവാനുള്ള പക്വതയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതേ സുഭദ്ര, നീ എൻ്റെ വിവാഹത്തിൻ്റെ ആദ്യഘട്ടത്തിൽ വെറും ഒരു ശത്രുവായി മാറി. സുഭദ്ര ജ്ഞാനത്തിൻ്റെ കൈകൾ തൻ്റെ ശരീരത്തിൽ നിന്ന് ധൃതിയിൽ മാറ്റി ഗേറ്റിന് നേർക്ക് നടന്നു. നീ തെറ്റിദ്ധരിച്ചു. ഒരിക്കലും ശാസ്ത്രികൾ എന്നോട് പക്ഷഭേദം കാണിച്ചിട്ടില്ല, അവൾ പറഞ്ഞു. ഗേറ്റ് അടച്ചു പോകുമ്പോൾ സുഭദ്ര തിരിഞ്ഞു നോക്കി. യാതൊരു ഭാവഭേദവും കൂടാതെ ഉമ്മറപ്പടിമേൽ ജ്ഞാനം ഒരു പ്രതിമ കണക്കെ നിലകൊണ്ടു. ആ സ്ത്രീയുടെ വിദ്വേഷത്തിൻ്റെ അലകൾ കാറ്റിലൂടെ സഞ്ചരിച്ച് തന്നെ സ്പർശിക്കുമെന്ന് സുഭദ്ര ഭയന്നു. ആ ഭയം നിമിത്തം അവൾ കാറിൽ കയറിയിരുന്ന് തിരിഞ്ഞു നോക്കാതെയും യാത്ര ചോദിക്കാതെയും ഹോട്ടലിലേക്ക് തിരിച്ചു. കുളി കഴിഞ്ഞ് പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞ് സുഭദ്ര മധുര മീനാക്ഷി ക്ഷേത്രത്തിലേക്ക് പോയി. പിറ്റേ ദിവസം തന്നെ മധുര വിട്ട് മറ്റെവിടെയെങ്കിലും പോകണമെന്ന് അവൾക്ക് തോന്നി. തനിക്ക് സ്വപ്നം കാണുവാനുള്ള കഴിവും ഇന്നോടെ നഷ്ടപ്പെട്ടുവല്ലോ. ഒരിക്കലെങ്കിലും അദ്ദേഹം നീലാംബരി ആലപിക്കുന്നത് കേൾക്കുവാൻ താൻ എത്ര കാലമായി ആഗ്രഹിക്കുന്നു. സൂര്യൻ ഒരു പട്ടട പോലെ പടിഞ്ഞാറ് കെട്ടടങ്ങുമ്പോൾ കർണാമൃതമായി ഉയരുന്ന നീലാംബരി. സുഭദ്ര കണ്ണുകൾ തുടച്ചു. ഇനി എന്തിനു വേണ്ടി താൻ ജീവിക്കണം? ഇതുവരെ പ്രതീക്ഷയിൽ ജീവിച്ചു. ഇനി അങ്ങോട്ടോ? പച്ച പട്ടുപുടവയും ധരിച്ച് വൈരാഭരണങ്ങളുടെ തിളക്കവും പേറി ദേവീസന്നിധിയിൽ ചെന്ന് നിന്നപ്പോൾ സുഭദ്ര നിയന്ത്രണം വിട്ട് തേങ്ങിക്കരഞ്ഞു. ഞാൻ വിധവയാണമ്മേ, അവൾ ദേവിയോട് മന്ത്രിച്ചു. ഒരു വധുവിനെ പോലെ ചമഞ്ഞു നിൽക്കുന്നുവെങ്കിലും ഞാൻ ഒരു വിധവയാണ്. മാപ്പ് തരിക. പെട്ടെന്നാണ് അവൾ ആ സുപരിചിത സ്വരം കേട്ടത്. സുഭദ്ര, നീ എപ്പോൾ വന്നു? തിരിഞ്ഞു നോക്കിയപ്പോൾ അംഗവസ്ത്രം ധരിച്ച് അർദ്ധനഗ്നനായ രാമാനുജൻ ശാസ്ത്രികൾ തൻ്റെ സമീപം നിൽക്കുന്നു. നര കയറിയ ചുരുണ്ട മുടി, കഴുത്തിൽ ഒറ്റ രുദ്രാക്ഷം, നെറ്റിയിൽ സിന്ദൂരപ്പൊട്ട്, വിടർന്ന മാർവിടത്തിലെ ചുരുണ്ട രോമാവലിയും നരച്ചു കഴിഞ്ഞിരുന്നു. സുഭദ്ര അമ്പരന്നു. ശാസ്ത്രികളുടെ പ്രേതമാണോ തൻ്റെ പ്രേമവായ്പിൽ ആകൃഷ്ടനായി ഇഹലോകത്തേക്ക് മടങ്ങിയിരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ആത്മാവ് തന്നെ വ്യാമോഹിപ്പിക്കുവാൻ എത്തിയിരിക്കുന്നു. സുഭദ്ര യാതൊന്നും ഉരിയാടാതെ ആ മോഹന രൂപത്തെ ഉറ്റുനോക്കി. അതിൻ്റെ രേഖകൾ നേർത്ത് മാഞ്ഞു പോകുമെന്ന് അവൾ ഭയന്നു. ശാസ്ത്രികൾ നടയിൽ നിന്ന് നീങ്ങി ഒരു തൂണിൻ്റെ അരികിൽ സ്ഥാനമുറപ്പിച്ചു. സുഭദ്രയോട് അടുത്തു ചെല്ലുവാൻ അദ്ദേഹം കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. അവൾ അനുസരിച്ചു. സുഭദ്ര എന്ന് വന്നു? അദ്ദേഹം ചോദിച്ചു. അവൾക്ക് സംസാരിക്കുവാനുള്ള കഴിവ് ആ നിമിഷത്തിൽ നഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹം അവളുടെ ചുമലിൽ കൈവച്ച് മറ്റേ കൈകൊണ്ട് അവളുടെ നനഞ്ഞ മുഖം പിടിച്ച് ഉയർത്തി. സുഭദ്ര, എന്താണ് കരയുന്നത്? സുഭദ്ര, നിനക്ക് എന്തു പറ്റി? ശാസ്ത്രികൾ ചോദിച്ചു. അങ്ങ് മരിച്ചുവെന്ന് ജ്ഞാനം പറഞ്ഞു. ഞാനത് വിശ്വസിച്ചു, അവൾ പറഞ്ഞു. ജ്ഞാനത്തിന് ഭ്രാന്താണ്. എത്ര ചികിത്സിച്ചിട്ടും യാതൊരു ഭേദവുമില്ല. ബാംഗ്ലൂരിൽ കൊണ്ടുപോയി ഷോക്ക് ചികിത്സ കൂടി നടത്തിക്കഴിഞ്ഞു, ശാസ്ത്രികൾ പറഞ്ഞു. ഐ ആം സോറി, സുഭദ്ര പറഞ്ഞു. യാതൊരു സുഖവും അനുഭവിക്കുവാൻ എനിക്ക് ഭാഗ്യമുണ്ടായില്ല. ഇന്നും കുട്ടികളെ പാട്ടു പഠിപ്പിക്കുന്നു. ഇന്നും അരപ്പട്ടണിയിൽ കഴിയുന്നു.
സുഭദ്രയോ? സുഖമാണോ? ഭർത്താവും കുട്ടികളും സുഖമായി ഇരിക്കുന്നു? ശാസ്ത്രികൾ ചോദിച്ചു. ഭർത്താവ് മരിച്ചു. ഞാൻ പ്രസവിച്ചില്ല. രോഗികളെ ശുശ്രൂഷിച്ചുകൊണ്ട് ഏകാകിനിയായി ജീവിതം നയിക്കുന്നു, അവൾ പറഞ്ഞു. ക്ഷേത്രത്തിൽ അങ്ങുമിങ്ങും പ്രത്യക്ഷപ്പെട്ട ജനങ്ങൾ തന്നെയും ശാസ്ത്രികളെയും സംശയദൃഷ്ടികളോടെ നോക്കിക്കാണുന്നുവെന്ന് സുഭദ്രയ്ക്ക് തോന്നി. മറ്റു വല്ല സ്ഥലത്തും പോയി അദ്ദേഹത്തിൻ്റെ ഒപ്പം ഇരിക്കുവാൻ അവൾ ആശിച്ചു. 33 വർഷങ്ങൾ താൻ മനസ്സിൽ ഒളിച്ചുവെച്ച വികാരങ്ങൾ അദ്ദേഹത്തെ അറിയിക്കുവാൻ അവൾ ആശിച്ചു. ഒരിക്കലെങ്കിലും തൻ്റെ സ്നേഹത്തെ നിർഭയം പ്രദർശിപ്പിക്കുവാൻ, ആ മാർവിടത്തിൽ മുഖം ചായ്ക്കുവാൻ ആഗ്രഹിച്ചു. ഇല്ല സുഭദ്ര, ഞാൻ നിന്റെ ഹോട്ടലിലേക്ക് വരില്ല. നിന്റെ പേരിനെ കളങ്കപ്പെടുത്തുവാൻ ഞാൻ ഇച്ഛിക്കുന്നില്ല, ശാസ്ത്രികൾ പറഞ്ഞു. നിരത്തിൻ്റെ വക്കത്ത് പാർക്ക് ചെയ്ത കാറിൽ വെച്ച് തൻ്റെ അവസാനത്തെ കരുനീക്കമായ കരച്ചിൽ ആരംഭിച്ചപ്പോഴും ശാസ്ത്രികൾ സൗമ്യത കൈവിട്ടില്ല. നമുക്ക് ഓരോരുത്തർക്കും ഓരോ കടമകളുണ്ട്. അവ നിർവഹിക്കലാണ് ജീവിത ലക്ഷ്യം. നീ നിന്റെ ഭർത്താവിൻ്റെ സൽപ്പേര് കളഞ്ഞു കുളിക്കരുത്. ഞാൻ ഉന്മാദിനിയായ ഭാര്യയെ ശുശ്രൂഷിച്ച് ഇവിടെ തന്നെ ജീവിക്കണം. മറ്റൊരു മാർഗവും ഈ ജന്മത്തിൽ നമുക്ക് വിധിച്ചിട്ടില്ല, അദ്ദേഹം പറഞ്ഞു. നിരത്തിൻ്റെ പിന്നിൽ സ്ഥിതി ചെയ്തിരുന്ന ഒരു കെട്ടിടത്തിൽ നിന്ന് പെട്ടെന്ന് നീലാംബരിയുടെ അലകൾ ഉയർന്നു. അതേ നിമിഷത്തിൽ ആകാശത്തിൽ ഒരു വിളർത്ത ചന്ദ്രക്കല പ്രത്യക്ഷപ്പെട്ടതായി സുഭദ്ര കണ്ടു. ഇതോടെ ഇന്നത്തെ ഓഡിയോ പൂർണ്ണമാകുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ മൈ ചാനൽ. നന്ദി, നമസ്കാരം.